ഹായ്, നീഡിൽ മന്ത്രയിലെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ കാണിക്കുന്ന നെറ്റിൻ്റെ ഒരു കോട്ടാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ പഴയ ഫ്രോക്ക് അല്ലെങ്കിൽ ഗൗണൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതുപോലത്തെ കോട്ടിട്ട് നമുക്ക് ന്യൂ ലുക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിതിൽ 5 വയസ്സുള്ള കുട്ടിക്ക് 3/4 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ തുണി ആദ്യം ഇടുന്ന പോലെ തന്നെ തുണി 4ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് പിൻ ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പം നെറ്റിലൊക്കെ ചെയ്യുമ്പോഴേ എപ്പോഴും പിൻ കുത്തിയിട്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ പേപ്പർ പാറ്റേൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാനിവിടെ എഴുതി കാണിക്കാം. ഇപ്പോൾ പാറ്റേൺ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലെങ്ത്ത് ഒരു 20 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുതൽ വേണേൽ കുറച്ച് താഴോട്ട് കൂട്ടിയെടുത്താൽ മതി. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാക്ക് പാർട്ട് മാറ്റി വെക്കുക. ഇനി ഫ്രണ്ട് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിടുക. ഫ്രണ്ടിനൊക്കെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ആം ഹോള് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മറിക്കുക. രണ്ടും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്യണം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അപ്പം ബാക്കി തുണി 4ആയിട്ട് മടക്കിയിടുക. സ്ലീവിൻ്റെ പാറ്റേൺ മേലെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സ് ഞാനിവിടെ എഴുതി കാണിക്കാം. അപ്പോൾ ലെങ്ത്ത് എത്ര വേണോ അത്ര കട്ട് ചെയ്തെടുക്കാം. ഇനി 2 സ്ലീവിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ മുൻഭാഗം ഒരു 1/2 ഇഞ്ച് കയറ്റി മുറിക്കുക. പാറ്റേൺ കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ മുന്നേ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ വീണ്ടും കാണിക്കാത്തത്. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കഴുത്ത് മുന്നിലത്തെയും പിറകിലത്തെയും നെക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ ഒരു 1 ഇഞ്ച് വീതിയുള്ളൊരു പീസ് എടുക്കുക. എന്നിട്ട് 2ആയിട്ട് മടക്കുക. 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിന് നെക്കിൻ്റെ നല്ല സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഫ്രണ്ടിലും ബാക്ക് നെക്കിലും ഇതുപോലെ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ലാസ്റ്റിന് ഇതിന് ഉള്ളിലോട്ട് മടക്കിയിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി മുന്നിലത്തെ പീസിൻ്റെ 2 പീസിൻ്റെയും മുന്നിലത്തെ ഓപ്പണിംഗ് ഭാഗത്ത് മടക്കി അടിക്കണം. അത് ജസ്റ്റ് 2ആയിട്ട് ഉള്ളിലോട്ട് മടക്കിയിട്ട് നെക്ക് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഷോൾഡർ കൂട്ടി അറ്റാച്ച് ചെയ്യാൻ വേണ്ട. അപ്പോൾ ഫ്രണ്ടും ബാക്ക് പീസിൻ്റെയും നല്ല ഭാഗം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ സീം എത്രയാണോ വിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്യണം. ഇപ്പോൾ സ്ലീവ് എടുത്തിട്ട് സ്ലീവിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശത്ത് ചേർത്ത് വെക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു ഭാഗത്തോട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ 2 സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 സൈഡ് കൂട്ടിയടിക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം സ്ലീവിൻ്റെ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് 1 ഇഞ്ച് ആയിരുന്നു നമ്മൾ തയ്യൽത്തുമ്പ് വിട്ട് അതിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരിക. താഴെ ലെങ്ത്ത് വരെ സ്റ്റിച്ച് ചെയ്യാം. അപ്പം മറ്റേ സൈഡും ഇതുപോലെ തന്നെ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ താഴെ ഭാഗത്ത് ഇവിടെ മടക്കി അടിക്കുന്നില്ല. ഒന്ന് ലെവലാക്കിയിട്ട് നേരെ കട്ട് ചെയ്തെടുക്കണം. ഇനി അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് മടക്കിയിട്ട് ഇവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഈ ഓപ്പണിംഗ് ഭാഗത്ത് ഞാൻ ഇതുപോലെ തന്നെ ഇടുക ചെയ്യുന്നത്. അപ്പോൾ മടക്കി അടിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ നെറ്റിൻ്റെ കോട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഫ്രോക്കിൻ്റെ മേലെ ഇട്ടാൽ വേറൊരു ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ ആ റെഡ് ബട്ടണിൽ കാണുന്ന സബ്സ്ക്രൈബും ക്ലിക്ക് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വേറെ യൂസ്ഫുൾ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.